ഹേ ഗൈസ്, ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡിസിപ്ലിൻ നമുക്ക് ലൈഫിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും ആൻഡ് അതുവഴി നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് എന്നാലും മിക്ക ആളുകൾക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ നിങ്ങൾ മിലിറ്ററിക്കാരെടുത്ത് നോക്കി, അവർക്ക് ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മളൊക്കെ പട്ടാള ചിട്ട എന്നുള്ള പദപ്രയോഗം വരെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? സോ എങ്ങനെയാണ് മിലിറ്ററിക്കാർക്ക് ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്? എന്താണ് അവരുടെ സീക്രറ്റ്? അത് നമുക്ക് പറഞ്ഞു തരാണ് എക്സ് ആർമി ഓഫീസർ ജോക്കോ വില്ലിങ്ക്, ഡിസിപ്ലിൻ ഈക്വൽസ് ഫ്രീഡം എന്ന തൻ്റെ ബുക്കിലൂടെ. ജോക്കോ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഡിസിപ്ലിൻ്റെ ഒരു ക്ലിയർ കട്ട് എക്സാമ്പിൾ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം 20 വർഷത്തോളം നേവി സീലിൽ ലെഫ്റ്റനന്റ് കമാൻഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആൻഡ് ജോക്കോ പറയുന്നുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോക്രാസ്റ്റിനേഷനും ലേസിനെസ്സും ഡിസ്ട്രാക്ഷൻസും ഒക്കെ നശിപ്പിച്ച് കളയാനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് എന്ന്. സോ ഡിസിപ്ലിൻ ആവാനുള്ള ഒരു ബെസ്റ്റ് വഴി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു മോട്ടീവ് ഫോക്കസ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ഒരാൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് വേണമെങ്കിൽ ആദ്യം എന്താണ് ഈ ഡിസിപ്ലിൻ എന്നവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ജോക്കോ പറയുന്നത് മിക്ക ആളുകൾക്കും അതറിയില്ല എന്നാണ്. 3 കാര്യങ്ങളുണ്ട് ആൻഡ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷൻസും. മോട്ടിവേഷൻ, വിൽ പവർ ആൻഡ് ഡിസിപ്ലിൻ. ഫസ്റ്റ് മോട്ടിവേഷൻ ഒരു ഫീലിംഗ് ആണ്, ഒരു ഡിസയർ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സ്വയം ഉള്ളിന്ന് വരുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എടാ എനിക്കിത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല എന്നൊക്കെ. അതായത് ആ ആൾക്ക് അത് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ ആ ഒരു മോട്ടിവേഷനിൽ വേഗം പോയിട്ട് ആ ലാഗായിട്ട് കിടക്കുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം വിൽ പവർ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് നന്നായിട്ട് ആഗ്രഹമുണ്ട്. നമ്മളുടെ മനസ്സ് പറയാണ് ചെയ്യടാ. പക്ഷേ അത് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ സ്വയം കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. ആൻഡ് ഫോർ എ ഗുഡ് റീസൺ ഓഫ് കോഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തീവണ്ടി മൂവിയിൽ ക്ലൈമാക്സിലെ സീനിൽ ടോവിനോ പറയുന്നുണ്ട്, അവനിപ്പോൾ വലിച്ചെറിഞ്ഞ ബീഡി ഓടിച്ചെന്ന് വലിക്കാനാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ് എന്ന്. അതാണ് വിൽ പവർ. ആൻഡ് മൂന്നാമത്തേത് ഡിസിപ്ലിൻ ഒരു ഫീലിംഗ് അല്ല, മറിച്ച് നമ്മളുടെ ഫീലിങ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനോ വിൽ പവറോ ഒന്നുമില്ല, ബട്ട് എന്നാലും ഡിസിപ്ലിനിലൂടെ നിങ്ങളത് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഒരു ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, പക്ഷേ 4ാമത്തെ ദിവസം ആയപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ഭയങ്കര പെയിന്. സോ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് നിർത്തി. യു ലോസ്റ്റ് യുവർ മോട്ടിവേഷൻ. പക്ഷേ ഇതിന് പകരമായിട്ട് നിങ്ങൾ അധികം ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. യു ആർ ടേക്കിംഗ് ആക്ഷൻ. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സ് വരാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു. സോ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, എനിക്കിത് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത്? മോട്ടിവേഷൻ ആണോ അതോ വിൽ പവർ ആണോ? ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഡിസിപ്ലിൻ ചൂസ് ചെയ്യുക. ഞാനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്, സോ ഞാനിത് ചെയ്യും എന്ന് സ്വയം തീരുമാനിക്കുക. ഗോ എഗെയിൻസ്റ്റ് യുവർ ഫീലിങ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ. അതാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാമെന്ന്. എന്താണ് അതിനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്സ്? ജോക്കോ പറയുന്നത്, ഇപ്പം മിലിറ്ററിയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനായിട്ട് കമ്പൾസറി ആയിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ബട്ട് പവർഫുൾ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് എന്ന്. 3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ പ്രൊഡക്റ്റീവ് ആൻഡ് ഡിസിപ്ലിൻ ആവാനായിട്ട് സാധിക്കും. റൂൾ നമ്പർ 1, വേക്ക് അപ്പ് ഏർലി ആൻഡ് വിൻ ദ ഡേ. ജോക്കോ പറയുന്നുണ്ട്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ റിഗ്രറ്റ് ഉണ്ടാവുന്ന ഒരാളും ലോകത്തുണ്ടാവില്ല എന്ന്. ആക്ച്വലി നിങ്ങൾ ഡെയിലി നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ അവിടെ സൈക്കോളജിക്കലി നിങ്ങൾക്കൊരു വിന്നിങ് ഉണ്ടാവുകയാണ്, ഒരു ജയം ഉണ്ടാവുകയാണ്. ബിക്കോസ് നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ സബ് കോൺഷ്യസ്ലി രാവിലത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചിന്തയായിരിക്കും വരിക. ആൻഡ് ആ ഒരു ചിന്ത നിങ്ങളെ ആ ദിവസം മുഴുവൻ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റ ഉടനെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്, ബട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ആൻഡ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്ത് പിന്നെയും കിടന്നുറങ്ങിയാൽ അത് നിങ്ങളുടെ ആ ദിവസം ഫുള്ള് അൺപ്രൊഡക്റ്റീവ് ആൻഡ് ലേസി ആക്കി മാറ്റും. സോ എല്ലാ ദിവസവും ഒരേ സമയത്ത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ലൈഫിലൊരു കൺട്രോൾ നൽകും. ആൻഡ് നേരത്തെ എഴുന്നേറ്റ് സ്ട്രെസ്ഫുൾ ആയിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യരുത്, പകരം ഒരു പോസിറ്റീവ് എനർജിയോടെ സ്റ്റാർട്ട് ചെയ്യാം. റൂൾ നമ്പർ 2, കംപ്ലീറ്റ് എ ഡ്രെഡഡ് ടാസ്ക്. നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ, സൈഡ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ബിസിനസ്, അസൈൻമെൻറ്റ്, വാട്ട് എവർ,
നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടാവുമല്ലോ. ആൻഡ് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടാവില്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ടാസ്ക് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതൊരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്നാണ് ജോക്കോ പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യുക. ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് നോ ഈസി വേ. ദർ ഇസ് ഓൺലി ഹാർഡ് വർക്ക്, ഏർലി മോർണിംഗ്സ്, ലേറ്റ് നൈറ്റ്സ്, സ്വെറ്റിംഗ് ആൻഡ് ഡിസിപ്ലിൻ. റൂൾ നമ്പർ 3, എക്സസൈസ്. ജോക്കോ തൻ്റെ ഏർലി 20s തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. താൻ എത്ര നേരത്തെ എഴുന്നേറ്റ് തൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുന്നോ ബാക്കിയുള്ള ആ ദിവസം അത്രയ്ക്ക് നന്നായിരിക്കും. ഡിസിപ്ലിൻ ബിഗെറ്റ്സ് ഡിസിപ്ലിൻ. അതായത് ഡിസിപ്ലിനെ ബിൽഡ് ചെയ്യുന്നു. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി കുറച്ച് ടയേർഡായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പറയും, എടാ ഇന്ന് പോണ്ടറാ, തീരെ വയ്യ എന്നൊക്കെ. ബട്ട് നിങ്ങൾ അതൊന്നും ചിന്തിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്യുക ആൻഡ് പ്രൂവ് യുവർ സെൽഫ് ദാറ്റ് യു ആർ ഇൻ കൺട്രോൾ. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡിസിപ്ലിൻഡ് ആവാനായിട്ട് എങ്ങനെയുള്ള മൈൻഡ് സെറ്റ് വേണം, എങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാം എന്നൊക്കെ. ഇനി എവിടെ നിന്നാണ് നമ്മളുടെ ഉള്ളിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ജോക്കോ പറയുന്നുണ്ട്, മിലിറ്ററി സ്കൂളിൽ എല്ലാവർക്കും ഡിസിപ്ലിൻ ആവാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറാണ്. അവിടെ ഡിസിപ്ലിൻ ആവുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനേ ഇല്ല. പക്ഷേ ശരിക്കും ഡിസിപ്ലിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ബിക്കോസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ പ്രഷർ ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അവരൊരു കംഫോർട്ട് സോണിലായി പോകും. പക്ഷേ എന്നാലും അവർ മിലിറ്ററിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതേ ഡിസിപ്ലിനോട് കൂടി തന്നെയായിരിക്കും ജീവിക്കുക. ആൻഡ് ഇതിന് കാരണം അവരുടെ സെൽഫ് ഡിസിപ്ലിനാണ്. ആൻഡ് ഇത് അവരുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചറുടെ പ്രഷർ, കോളേജിലാണെങ്കിൽ പ്രൊഫസറുടെ പ്രഷർ, വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ ബോസിൻ്റെ പ്രഷർ. സോ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആവാൻ ഈസിയാണ്. ബട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. അവിടെ നിങ്ങൾക്ക് വേണ്ടത് എക്സ്റ്റേണൽ പ്രഷർ അല്ല, മറിച്ച് സെൽഫ് ഡിസിപ്ലിനാണ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിസിപ്ലിനാണ്. ആൻഡ് അതിന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് ഞാൻ എനിക്ക് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ആൻഡ് ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുക, നാളെ എഴുന്നേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. യു വിൽ കംപ്ലീറ്റ് യുവർ ടാസ്ക്സ്. ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം, നോട്ട് പണിഷ്മെൻറ്റ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, അല്ലാതെ ഒരു പണിഷ്മെൻ്റ് അല്ല. പക്ഷേ മിക്ക ആളുകളും ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു ജയിലിൽ പിടിച്ച് അടച്ചിടുന്നത് പോലെയാണ് എന്നാണ്. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. ഡിസിപ്ലിൻ ഫ്രീഡമാണ്. നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിസിപ്ലിൻ ഗീവ്സ് യു ദ റിയൽ ഫ്രീഡം. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. സോ ഡിസിപ്ലിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you so much for your time. Have a nice day.